എടോ, മന്തിക്ക് ഹിറ്റായ പോലെ തന്നെ കബ്സയും ഹിറ്റായ ഒരു ടൈം ഉണ്ടായിരുന്നല്ലേ. പക്ഷെ അതൊക്കെ വൈറലാവേ റീൽസ് ആക്കലേ അങ്ങനൊന്നും ചെയ്തിക്കില്ലല്ലേ. കാരണം ആ ടൈമിൽ അതൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. എന്നാൽ നമുക്കിപ്പം നല്ല പൊരിച്ച കൊയ് വെച്ചിട്ട് ഒരു കബ്സ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തേക്കാം. കബ്സ മസാല കൂട്ടിയിട്ടിട്ട് മാരിനേഷൻ ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ നമ്മൾ ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് കൂടി വെക്കാം. എന്നിട്ടൊരു പോട്ട് വെക്കാൻ നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലായി കഴിഞ്ഞിട്ട് സ്പൈസസ് ഇടാം. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നല്ലോണം വാട്ടിയതിന് ശേഷം കബ്സ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ റൈസ് ഒരു ഹാഫ് കുക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഫുൾ ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ റൈസ് അടി പിടിക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്താ, നമ്മളെ കബ്സ റെഡി ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യും. അതിൻ്റെ കൂടെ തൈരും അച്ചാറും പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ കബ്സ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഉണ്ടാക്കി കേട്ടോ.